നമസ്കാരം. എല്ലാവർക്കും ദി ആസ്ട്രോ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ചൈതന്യം ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആ പുണ്യസുദിനം വരികയാണ്. ഈ വർഷം 2024 മാർച്ച് 8 മഹാശിവരാത്രി എന്ന ആ പുണ്യസുദിനം. ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സഹായകമായ ഒരു പുണ്യസുദിനമാണെന്ന്. അന്നേ ദിവസം ചില പ്രത്യേക സമയങ്ങളിൽ ഭഗവാനെ ആരാധിച്ചാൽ നമ്മുടെ എല്ലാവിധ ദോഷങ്ങളും ദുരിതങ്ങളും നീങ്ങി ആഗ്രഹ സാഫല്യം ഉണ്ടാകും. ആ പ്രത്യേക പൂജാ സമയങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. മഹാശിവരാത്രി 4 പ്രധാന സമയങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇതിനെ 4 പ്രഹാരങ്ങൾ എന്ന് പറയും. ഓരോ പ്രഹാരങ്ങളിലും ഭഗവാന് വിശദമായ പൂജകളും അഭിഷേകങ്ങളും പറയുന്നുണ്ട്. എങ്കിലും എല്ലാവർക്കും സ്വന്തം മനസ്സുകൊണ്ട് ചെയ്യാവുന്ന ചെറിയൊരു ശിവപൂജയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അന്നേ ദിവസം വൈകിട്ട് 6:25 മുതൽ 9:28 വരെയാണ് ഒന്നാമത്തെ പ്രഹാരം. 9:28 മുതൽ 12:31 വരെയാണ് രണ്ടാമത്തെ പ്രഹാരം. 12:31 മുതൽ 3:34 വരെയാണ് മൂന്നാമത്തെ പ്രഹാരം. 3:34 മുതൽ 6:37 വരെയാണ് നാലാമത്തെ പ്രഹാരം. ഇതിൽ മാർച്ച് 8 വൈകിട്ട് 6:25 മുതൽ 9:28 വരെയുള്ള ഒന്നാമത്തെ പ്രഹാരത്തിൽ ചെയ്യേണ്ടതായ പൂജയിലേക്ക് കടക്കാം. കുളിച്ച് ശുദ്ധമായി ഭസ്മം, രുദ്രാക്ഷം എന്നിവ ധരിച്ച് നമ്മുടെ ഹൃദയപത്മത്തിൽ ഒരു ശിവലിംഗം ഭാവന ചെയ്യുക. ശേഷം അതിൽ ശുദ്ധമായ ജലം അഭിഷേകം ചെയ്യുന്നതായി ഭാവന ചെയ്യുക. ജലാഭിഷേകം കഴിഞ്ഞാൽ ഓം നമഃശിവായ 108 തവണയോ 1008 തവണയോ ജപിക്കുക. ഓരോ തവണയും ജപിക്കുമ്പോൾ നമ്മൾ കൂവളത്തില ഹൃദയപത്മത്തിലെ ശിവലിംഗത്തിൽ അർച്ചന ചെയ്യുന്നതായി ഭാവന ചെയ്യുക. ജപം പൂർത്തിയാക്കിയാൽ 9:28 വരെ ശിവസ്തോത്രങ്ങളോ പഞ്ചാക്ഷര മന്ത്രമോ ജപിച്ചിരിക്കാം. അത്രയും സമയം ഇരിക്കുവാൻ കഴിയാത്തവർ ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതത് ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ എന്ന മന്ത്രം ജപിച്ച് ശിവരാത്രിയുടെ ഒന്നാം പ്രഹാര പൂജ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് ഭാവന ചെയ്യുക. 9:28 മുതൽ 12:31 വരെ രണ്ടാം പ്രഹാര പൂജയാണ്. ഈ സമയം നമ്മുടെ ഹൃദയപത്മത്തിൽ ഒരു ശിവലിംഗം ഭാവന ചെയ്യുക. ശേഷം അതിൽ ശുദ്ധമായ തൈര് അഭിഷേകം ചെയ്യുന്നതായി ഭാവന ചെയ്യുക. തൈരഭിഷേകം കഴിഞ്ഞാൽ ഓം നമഃശിവായ 108 തവണയോ 1008 തവണയോ ജപിക്കുക. നമ്മൾ ഓരോ തവണയും ജപിക്കുമ്പോൾ നമ്മൾ കൂവളത്തില ഹൃദയപത്മത്തിലെ ശിവലിംഗത്തിൽ അർച്ചന ചെയ്യുന്നതായി ഭാവന ചെയ്യുക. ജപം പൂർത്തിയാക്കിയാൽ 12:31 വരെ ശിവസ്തോത്രങ്ങളോ പഞ്ചാക്ഷര മന്ത്രമോ ജപിച്ചിരിക്കാം. അത്രയും സമയം ഇരിക്കാൻ കഴിയാത്തവർ ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതത് ക്ഷമസ്വ ശിവശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ എന്ന മന്ത്രം ജപിച്ച് ശിവരാത്രിയുടെ രണ്ടാം പ്രഹാര പൂജ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് ഭാവന ചെയ്യുക. 12:31 മുതൽ 3:34 വരെ മൂന്നാം പ്രഹാര പൂജയാണ്. ഈ സമയം നമ്മുടെ ഹൃദയപത്മത്തിൽ ഒരു ശിവലിംഗം ഭാവന ചെയ്യുക. ശേഷം അതിൽ ശുദ്ധമായ നെയ്യ് അഭിഷേകം ചെയ്യുന്നതായി ഭാവന ചെയ്യുക. നെയ്യഭിഷേകം കഴിഞ്ഞാൽ ഓം നമഃശിവായ 108 തവണയോ 1008 തവണയോ ജപിക്കുക. ഓരോ തവണയും ജപിക്കുമ്പോൾ നമ്മൾ കൂവളത്തില ഹൃദയപത്മത്തിലെ ശിവലിംഗത്തിൽ അർച്ചന ചെയ്യുന്നതായി ഭാവന ചെയ്യുക. ജപം പൂർത്തിയാക്കിയാൽ 3:34 വരെ ശിവസ്തോത്രങ്ങളോ പഞ്ചാക്ഷര മന്ത്രമോ ജപിച്ചിരിക്കാം. അത്രയും സമയം ഇരിക്കാൻ കഴിയാത്തവർ ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതത് ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ എന്ന മന്ത്രം ജപിച്ച് ശിവരാത്രിയുടെ മൂന്നാം പ്രഹാര പൂജ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് ഭാവന ചെയ്യുക.
3:34 മുതൽ 6:37 വരെ 4-ാം പ്രഹാര പൂജയുടെ സമയമാണ്. ഈ സമയം നമ്മുടെ ഹൃദയപദ്മത്തിൽ ഒരു ശിവലിംഗം ഭാവന ചെയ്യുക. ശേഷം അതിൽ ശുദ്ധമായ തേൻ അഭിഷേകം ചെയ്യുന്നതായി ഭാവന ചെയ്യുക. തേനഭിഷേകം കഴിഞ്ഞാൽ ഓം നമഃശിവായ 108 തവണയോ 1008 തവണയോ ജപിക്കുക. ഓരോ തവണയും ജപിക്കുമ്പോൾ നമ്മൾ കൂവളത്തില ഹൃദയപദ്മത്തിലെ ശിവലിംഗത്തിൽ അർച്ചന ചെയ്യുന്നതായി ഭാവന ചെയ്യുക. ജപം പൂർത്തിയാക്കിയാൽ 6:37 വരെ ശിവസ്തോത്രങ്ങളോ പഞ്ചാക്ഷര മന്ത്രമോ ജപിച്ചിരിക്കാം. അത്രയും സമയം ഇരിക്കാൻ കഴിയാത്തവർ ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതത് ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ എന്ന മന്ത്രം ജപിച്ച് ശിവരാത്രിയുടെ 4-ാം പ്രഹാര പൂജ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് ഭാവന ചെയ്യുക. ഇങ്ങനെ ശിവരാത്രിയുടെ 4 പ്രഹാരങ്ങളിലും മഹാദേവനെ ജലം, തൈര്, നെയ്യ്, തേൻ എന്നീ 4 വിശേഷ വസ്തുക്കൾ കൊണ്ട് മാനസിക പൂജയിൽ അഭിഷേകം ചെയ്ത് പഞ്ചാക്ഷര മന്ത്രം കഴിയുന്നത്ര ജപിച്ച് നമ്മുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം ശമിക്കുവാൻ പ്രാർത്ഥിച്ചാൽ എല്ലാ ദോഷഫലങ്ങളും മാറി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. മഹാശിവരാത്രിയുടെ ഈ 4 പ്രഹാരങ്ങളിൽ ഈ പറഞ്ഞതായ മാനസ പൂജ ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ രാത്രി 12:07 12:56 മധ്യേയുള്ള നിശിതകാല സമയത്ത് ഈ പറഞ്ഞ മാനസ പൂജയും മന്ത്രജപവും ചെയ്ത് പ്രാർത്ഥിക്കുക. ഈ വീഡിയോ എത്രയും പെട്ടെന്ന് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ശിവരാത്രിയുടെ പുണ്യം എല്ലാവരിലും നിറയട്ടെ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരെ നന്ദി, നമസ്കാരം.